ശത്രോ വിനഹിത കൃഷ്ണായ തസ്മേ നമ. കൃഷ്ണ ദേവസമുദ്ധിതം ജഗതിദം കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ തിഷ്ഠതി വിശ്വമേതദഖിലം ഹേ കൃഷ്ണ രക്ഷസ്യ മാം. നിങ്ങളെ എല്ലാവരെയും കൃഷ്ണൻ എപ്പോഴും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നീട് ആരുടെ ഒരു ഇതിന്റെ ആവശ്യമില്ല. എന്നാൽ തന്നെ ഭഗവാന്റെ ഒരു നിയോഗം പോലെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിൽ നമ്മൾ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഗോലോകാരികുലം മുടിച്ച വിഭുവാ ശ്രീകൃഷ്ണൻ എന്ന ആശ്രയം. ആ ശ്രീകൃഷ്ണനല്ലാതെ നമുക്ക് ആരാണുള്ള ആശ്രയം? അല്ലേ? ഭഗവാൻ സ്വയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്തത്? ഭഗവാന്റെ തന്നെ ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് പോകുന്ന സമയത്ത് ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാന്റെ തന്നെ കുലം മൊത്തം നശിപ്പിച്ചിട്ടാ പോയി. എന്തുകൊണ്ടാ? അഹങ്കാരികളായി തീരും. ഭഗവാന്റെ കുലത്തിലുള്ളവര് അഹങ്കാരികളായിട്ട് തീർന്നു. അതേപോലെ നമുക്കും എന്തെങ്കിലും തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി പോവും? നമ്മളും അഹങ്കാരികളായി പോവും. അതുകൊണ്ടാണ് കൃഷ്ണൻ സ്വയം കൃഷ്ണന്റെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളും കാണിച്ചു തന്നിട്ടാണ്. ഒരു മിനിറ്റ് പോലും അദ്ദേഹം കർമ്മ നിരതനായിട്ട് അല്ലാതെ ഇരുന്നിട്ടില്ല. കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നു ഭഗവാൻ. നമുക്ക് നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമിനി. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദം. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതി ഗോപാലകൃഷ്ണ ഗോസ്വാമി നാമിനി. പ്രഭുപാദസാഹിത്യ പ്രകാശായ വിധീയതേ പ്രചാരം കൃത്വാൻ സാധു ഭഗവത് പദായതേ നമോ നമഃ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമി. ഉഗ്രം വീര്യം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമി. ശ്രീ ശ്രീ നരസിംഹ ഭഗവാന് കീ ജയ്, നരഹരി കീ ജയ്, പ്രഹ്ലാദ് മഹാരാജ് കീ ജയ്. ഭഗവാനേ കൃഷ്ണ. എന്താണ് പറയേണ്ടത്? ഭഗവാന്റെ തൃപാദങ്ങളെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഭഗവത്ഗീത ക്ലാസ് ആണെന്ന് തോന്നുന്നു രാവിലെ തുടങ്ങുന്നത് അല്ലേ? ഭഗവത്ഗീത ശ്ലോകങ്ങളാണോ വരുന്ന മാതാജിമാര് പഠിപ്പിക്കുന്നത്? മാതാജിമാര് പ്രഭുക്കന്മാരും? അതെ മാതാജി, ഭഗവത്ഗീത ഒരു ദിവസം, അടുത്ത ദിവസം ഭാഗവതം, പിന്നെ നോൺ ചൈതന്യ ചരിതാമൃതം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നോൺ സ്റ്റോപ്പ് പ്രോഗ്രാം. അല്ലല്ല, ഈ രാവിലെ 6 മണിയുടെ ക്ലാസ് ഞാൻ ഭാഗവതമാണോ ഭഗവത്ഗീതയാണോ എന്നാ ചോദിക്കുന്നത്. ഓരോരുത്തർ പഠിപ്പിക്കുന്നത് തിങ്കളാഴ്ച ഭഗവത്ഗീതയാണ് പ്രഭുജി പഠിപ്പിക്കുന്നത്. മായാപൂരിലുള്ള സിംഹദ്വൈത പ്രഭു. ചൊവ്വാഴ്ച നമ്മുടെ പൂർണ്ണനന്ദിനി മാതാജി ഉണ്ട്. മാതാജി ഇപ്പം ചൈതന്യ ചരിതാമൃതം പഠിപ്പിക്കുന്നു. ബുധനാഴ്ച നമുക്ക് ശ്രീമദ് ഭാഗവതം ദേവകി മാതാജി പഠിപ്പിക്കുന്നുണ്ട്. വ്യാഴാഴ്ച ഷഡ്ഭുജപുരന്റെ ക്ലാസ് ആണ്. പ്രഭു ഏതെങ്കിലും ശ്ലോകം, ചിലപ്പം ഭാഗവതമായിരിക്കാം, ചിലപ്പം ഭഗവത്ഗീതയായിരിക്കാം. വെള്ളിയാഴ്ച അതുപോലെ നമ്മുടെ ഹരിസ്വന പ്രഭു നമ്മുടെ ഇപ്പം ഏതാണ് ഭക്തി രസാമൃതസുന്ദർ, ഇപ്പൊ അതിനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ശനിയാഴ്ച മാത്രം പിള്ളേരുടെ പ്രോഗ്രാമാണ്. പിന്നെ ഞായറാഴ്ച നമുക്ക് മുരളീനാഥ് പ്രഭു പിന്നെ എല്ലാ ടോപ്പിക്കും അന്ന് പ്രഭുവിന്റെ ക്ലാസ് വരുമ്പോഴത്തേക്ക് ഭാഗവതം വരും, ഭഗവത്ഗീത വരും, ചരിതനചിത വരും, എല്ലാ ശ്ലോകങ്ങളും അതിനകത്ത് കൂട്ടി. പ്രഭു അങ്ങനെ ഒരു ഒരു ടോപ്പിക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് അതിൽ നിന്ന് മാറണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ഓപ്ഷൻസ് വരുന്നതാണ്. നോ പ്രോബ്ലം. ഞാനത് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഹേ ഗോപാലഹ, ഹേ കൃപാ ജലനിധേ, ഹേ സിന്ധു കന്യാപദേ, ഹേ കംസാന്തഹ, ഹേ ഗജേന്ദ്ര കരുണാപാരീണ, ഹേ മാധവ, ഹേ രാമാനുജ, ഹേ ജഗത്രയ ഗുരു, ഹേ പുണ്ഡരീകാശമ, ഹേ ഗോപീ ജനനാഥ പാലയാ പരം ജാനാമിനാം താം വിനാം. ഭഗവാനോട് നമ്മൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഹേ ഗോപാലക, ഹേ കൃപാ ജലനിധേ, ഹേ സിന്ധു കന്യാപദേ, ഹേ കംസാന്തക, ഹേ ഗജേന്ദ്ര. ഗജേന്ദ്രന് പോലും
ഒരാനയ്ക്ക് പോലും മോശം കൊടുത്തിയ ആ ഭഗവാനാണ്. കരുണാപരീണനാണ് ആ ഭഗവാന്. എന്നിട്ടോ മാധവനാണ് ഭഗവാന്. ഖണ്ഡേശനാഹേ ജഗത്രയ ഗുരു. ജഗത്രയത്തിന്റെയും ഗുരുവാണ്, എല്ലാത്തിന്റെയുമായിട്ടുള്ള ഗുരുവാണ്. ഹേ രാമ സോദര്യാന്നീഹു ഗോപീ ജനനാഥ. പോറ്റുക വിഭോ, ഇല്ല മറ്റെനിക്ക് ആശ്രയം. എനിക്ക് എന്താണ് മറ്റൊരു ആശ്രയം എനിക്കില്ല. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ശരണാഗതിയിലേക്ക് വരണം. നമ്മൾ എന്താ ചെയ്യുന്നത്? പകുതി എനിക്കും പകുതി ഭഗവാനും. ആ ഒരു മൂഡിലാവാൻ പാടില്ല. 50% ഞാൻ, 50% ഭഗവാന്. ആ ഭഗവാനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ശരണാഗതിയായിട്ട് ഭഗവാനിൽ സ്വയം അർപ്പിക്കണം. എന്താ ഗോപികമാര് ചെയ്തത്? ഗോപികമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പഠിപ്പോ ഒന്നുമില്ലാത്ത ആൾക്കാരായിരുന്നു. പക്ഷെ എന്താ ചെയ്തത്? അവര് ശരണാഗതി, ഭഗവാനല്ലാതെ എനിക്ക് മറ്റൊരു ആശ്രയമില്ല, ആ ഒരു ഭാവത്തിൽ വന്ന സമയത്ത് എന്ത് ചെയ്തു? അവരുടെ ശരീരബോധം പോലും അവര് വെടിഞ്ഞു. ശരീരബോധം വെടിഞ്ഞിട്ട് 2 കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ആ ഭഗവാനിലേക്ക് ശരണാഗതി പ്രാപിച്ച സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? അവരുടെ മനോകാമന പൂർണ്ണമാക്കി കൊടുത്തു. അതേപോലെ നമ്മുടെയും മനോകാമന പൂർണ്ണമാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ശരണാഗതിയിലേക്ക് വരണം. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ശരണാഗതിക്കാർ തന്നെയാണ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും അടിപൊളിപ്പലിയൊന്നും എഴുന്നേറ്റ് ആരും ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ തന്നെയും ശരണാഗതി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? പകുതി ശരണാഗതി, പകുതി ഇത്. അതാണ് അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഗജേന്ദ്രന്റെ കഥ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവർക്കും കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? രാവിലെ സമയത്ത് അതുകൊണ്ടിരുന്ന് ബോറടിപ്പിക്കാറ് മാതാജി എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞു തരിക അല്ലേ ബിന്ദുപ്രവേ? ഹരേ കൃഷ്ണ. ഞാന് ആ ശരണാഗതി പ്രാപിച്ച ഒരു ആനയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇന്ദ്രദുമ്നൻ എന്ന് പറയുന്ന ഒരു ആന. ആ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ഒരു രാജാവായിരുന്നു. ഇന്ദ്രദുമ്നൻ രാജാവായിരുന്നു. ആ രാജാവ് എന്തായിരുന്നു? സ്വയം പണ്ടുള്ളവരെല്ലാം എങ്ങനെയായിരുന്നു? രാജർഷികളായിരുന്നു. ആ രാജർഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാജാക്കന്മാരുടെ കടമകൾ അവർ ചെയ്യുന്നു. അവര് ക്ഷത്രിയ കുലത്തിൽ ജനിച്ചത് കൊണ്ട് അവര് രാജാക്കന്മാരുടെ എല്ലാ കടമകളും ചെയ്യുന്നു. പക്ഷെ ഋഷി ജീവിതമാണ് നയിക്കുന്നത്. അദ്ദേഹമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തപസ്സില് വനത്തിൽ പോയിട്ട് തപസ്സിരിക്കുന്ന സമയത്ത്, ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് കുംഭോദ്ഭവൻ എന്ന് പറഞ്ഞ അഗസ്ത്യ മഹർഷി അവിടെ വരുവാണ്. അഗസ്ത്യ മഹർഷി വരുന്ന സമയത്ത് ഈ രാജാഘോഷി ഇത് അറിഞ്ഞില്ല. അദ്ദേഹം വന്നതോ അത്രയ്ക്കും ധ്യാന നിമഗ്നനായിട്ടായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. ആ ധ്യാന നിമഗ്നനായിട്ട് ഇരിക്കുന്ന സമയത്ത് കുംഭോദ്ഭവൻ അഗസ്ത്യ മഹർഷി വരുന്നു. പക്ഷെ അഗസ്ത്യ മഹർഷിയുടെ ആഗമനം ഈ രാജാവ് അറിഞ്ഞില്ല. രാജാവ് അറിയാതിരുന്ന സമയത്ത് എന്താ പറ്റിയത്? മഹർഷിക്ക് ദേഷ്യം വരുന്നു. പക്ഷെ നിങ്ങളെല്ലാരും ചോദിക്കും, മാതാജി ഒരു മഹർഷി ആയിക്കഴിഞ്ഞാൽ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷഡ്വൈരികൾ മനസ്സിൽ നിന്ന് പോയെങ്കിലല്ലേ അവർക്ക് ആ പദവിയിൽ എത്താൻ പറ്റൂ? തീർച്ചയായിട്ടും എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ഭഗവാന്റെ ഇച്ഛയാണ്. ഓരോരുത്തരെ ഓരോ നിമിത്തമാക്കി എടുക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ അതേപോലെ അഗസ്ത്യ മഹർഷിയെ ഭഗവാൻ ഒരു നിമിത്തമാക്കിയിട്ട് ഇന്ദ്രദുമ്ന മഹാരാജാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അനുഗ്രഹം ചുമ്മാ അതൊന്നും കിട്ടില്ല, കുറേ കഷ്ടപ്പെടണം. നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാലും കുറേ കഷ്ടപ്പെടണം ആ ഒരു മുക്തിമാർഗത്തിലേക്ക് ഒക്കെ വരാൻ വേണ്ടിയിട്ട്. കലികാലമാണിത്. ആ കലികാലത്തിൽ നമ്മുടെ ഓരോ പാപങ്ങളും അഗ്നിയിലേക്കാണ് വെക്കുന്നത്. ആ അഗ്നിയിലേക്ക് വെക്കുമ്പോ അതിന്റെ നമുക്കെന്താ ആ ചൂട് അറിയാതിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ കൂടെ എപ്പോഴും ഭഗവാന്റെ ആ ഒരു എനർജി വേണം. തീർച്ചയായിട്ടും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നമ്മളിൽ വേണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറ്റില്ല. ഈ മഹാരാജനെ അഗസ്ത്യ മഹർഷിയെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ മുക്തിമാർഗത്തിലേക്ക് നയിക്കുക ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കഥകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. എന്താണ് പുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? കഥകളിൽ കൂടി കാര്യം അവതരിപ്പിക്കുക, എല്ലാം സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷെ കഥകൾ എന്താ? നമുക്ക് കുറെ കട്ടിവാക്യങ്ങളായിട്ടുള്ള കുറെ സംസ്കൃത കടിച്ചപ്പൊട്ടാത്ത സംസ്കൃത വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ എന്താണ്? കലികാലത്തിലെ മനുഷ്യരാണ്. കലികാലത്തിലെ മനുഷ്യരെന്താണ്? മന്ദഭാഗ്യം, മന്ദബുദ്ധി, മന്ദ ഓർമ്മ. നമുക്കെല്ലാം മന്ദ ആയുസ്, എല്ലാം നമുക്ക് മന്ദമാണ് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ എല്ലാം കളിമണ്ണ് നിറച്ചു വെച്ചിരിക്കുക. ആ കളിമണ്ണ് നിറച്ചു വെച്ച അതേസമയം സത്യയുഗത്തിലോ ഒരു പേപ്പർ പോലും ഇല്ലായിരുന്നു എന്ന്. അവരുടെ എല്ലാം ഫീഡിങ് എവിടെയായിരുന്നു? ബ്രെയിനിലായിരുന്നു എന്നുള്ളതാണ്. അത്രയ്ക്കും ആ യുഗം സത്യം മാത്രമേ ആ യുഗത്തിലുള്ളായിരുന്നു.
പക്ഷേ കലികാലത്തിലോ സത്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, ഇതിട്ട് നോക്കേണ്ടി വരും എന്നുള്ളതാ. കവടി നിരത്തി നോക്കേണ്ടി വരും സത്യം എവിടെയാണെന്നുള്ളത്. ഒരിടത്തും സത്യമില്ല, എല്ലായിടത്തും നടക്കുന്നത് അസത്യമാണ്. അത് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അസത്യമായിട്ടുള്ളവരെ അല്ലെന്നുണ്ടെങ്കിൽ അസത്യം ചെയ്യുന്നവരെ കാണിക്കുന്നവരെ ഭാഗവതത്തില് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ വാഗ്ധോരണി കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളവര് മുന്നോട്ട് പോകും. അങ്ങനെയുള്ളവരെ എടുത്തു പകർത്തി പൊക്കിക്കൊണ്ട് നടക്കാൻ കൊണ്ടും ഇഷ്ടംപോലെ ആൾക്കാർ കാണും. പക്ഷേ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ, അതാ നമ്മുടെ പൊളിറ്റീഷ്യൻസ്, അവര് വാഗ്ധോരണിയിലല്ലേ കൂടുതൽ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, സത്യസന്ധമായിട്ട് പോകുന്ന ആൾക്കാർ നമുക്ക് തന്നെ അറിയാം. ഇപ്പൊ നമ്മുടെ ഒരു അമ്പലത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നു, എത്ര പേരായിരിക്കും വരുന്നേ? അവിടെ ഇങ്ങനെ വെളിയിൽ നിന്നൊക്കെ വന്ന ഡിവോട്ടീസ് കൂടുതലും എന്നുള്ളതാണ്. NRIക്കാരും അല്ലാതെ ഈ കേരളത്തിൽ എത്ര ഡിവോട്ടീസ് വരുന്നുണ്ടായി അവിടെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതേസമയം ഞങ്ങളുടെ ഇവിടെ കൊട്ടാരക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനമായിരുന്നു. ആ ഉദ്ഘാടനത്തിന് വേണ്ടി മമ്മൂട്ടിയുടെ മോന്റെ പേരെന്തുവന്നാ, ആ ചെറുക്കനാ വന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, വന്നിട്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട് ദൈവമേ ഇടിയും, എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരായിരുന്നു വന്നത്. പക്ഷെ അതിൽ ആ ഇടിയിലും തള്ളിലും വന്നെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ വീണിട്ട് മരിക്കുക വരെ ചെയ്തു. സാക്ഷാൽ ജഗദീശനായിട്ടുള്ള ആ ഭഗവാനെ കാണാൻ, ആ ഭഗവാന്റെ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആസുരിക ഗുണമുള്ള ഒരു മനുഷ്യരും അവിടെ എത്തില്ല. പക്ഷേ നോക്കുപോലും ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരാ എത്തുന്നത്. അത് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒന്നും കിട്ടില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിലും പുണ്യം ചെയ്യണം. ആ പുണ്യാത്മാക്കൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്താണ്, നിങ്ങളെല്ലാവരും നിങ്ങൾ സ്വയം ഒരു അവലോകനം ചെയ്യണം. അവലോകനം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, ആ ഒരു ഭാവം നമ്മളിൽ വരാൻ പാടില്ല. ഭഗവാനെ എനിക്കൊന്നും അറിയില്ല, അങ്ങയുടെ കൃപ കൊണ്ട് ഞാൻ ഇതിനകത്തെല്ലാം വരാൻ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും സത്സംഗങ്ങൾ അറ്റൻഡ് ചെയ്യാനെ കൊണ്ട്, നന്മകൾ ചെയ്തിട്ട് ജീവിക്കാനെ കൊണ്ടും, ഭഗവാന്റെ നാമത്തിൽ തന്നെ ജീവിക്കാനെ കൊണ്ടും, എപ്പോഴും ഞാൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സദാ ഭഗവാനെ അങ്ങയുടെ നാമം എന്റെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് തരണമേ സർവശക്താന്നുള്ള ഒരു പ്രാർത്ഥന നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടേയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മഹാമായ വന്നിട്ട് നമ്മളെ എവിടെ നിന്നിട്ട് എവിടം വരെ കൊണ്ടുപോകുന്നു നമുക്ക് പറയാനേ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾ കൂടുതലും ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് പോലും എന്ത് പറ്റും, മായ വന്ന് നിങ്ങളെ പിടിക്കും, പല പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇട്ടുതരും. പക്ഷേ അതിലൊന്നും ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ഒരു വിഘ്നം വരാതെ നമ്മൾ എവിടെയായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർത്തോണം, ഇതിലൊന്നിലും നമ്മൾ പെടാതിരിക്കണം. പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദം ഡൗൺ ആയിപ്പോകും. ഇപ്പോഴെന്താ നമ്മൾ ചെയ്യുന്നത്, ശരണാഗതിയാണ്. അന്നേരം അഗസ്ത്യനെ നിമിത്തമാക്കിക്കൊണ്ട് ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന് ശാപം കൊടുക്കുക ചെയ്യുന്നത്. എന്താ ശാപം കൊടുക്കുന്നത്, ഞാൻ വന്നപ്പോ എഴുന്നേറ്റില്ല, ആനയെ പോലെ ഇവിടെ കുത്തിയിരുന്നു, നീ എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആനയായിക്കോ, നിനക്ക് ആനയെ പോലെ കുത്തിയിരിക്കാനല്ലേ ഇഷ്ടം, അതുകൊണ്ട് നീ ആനയായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ ശാപം കൊടുക്കുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം അറിയുന്നില്ല. നോക്കിക്കോണം, അദ്ദേഹം എത്ര ആ ധ്യാനത്തിലാണ് ഇരിക്കുന്നതെന്നുള്ള എന്നൊരു സൈനികർ അവിടെ നിന്ന് ഇത് കേട്ടിട്ട് മഹാരാജനെ ഉണർത്തിയിട്ട് മഹാരാജന് ഇത് ചെയ്തിട്ട് മഹാരാജനോട് പറഞ്ഞു, അഗസ്ത്യ മഹർഷി അങ്ങക്ക് ഇതേപോലെ ഒരു ശാപം തന്നിട്ടുണ്ട്. അദ്ദേഹം ആ സമയത്താണ് ഇങ്ങനെ അറിയുന്നത്. നേരെ അഗസ്ത്യന്റെ കാൽക്കൽ വീണു, ഞാനിതൊന്നും അറിഞ്ഞില്ല, അങ്ങ് വന്നതും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഒരു തവണ നമ്മുടെ വായിൽ നിന്ന് ഒരു വാക്ക് വീണ് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും നമുക്കത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഭാഗവതത്തിലെ ഓരോ വരികളും എത്ര അർത്ഥവത്താണെന്നുള്ളതാണെന്നറിയാമോ. കോപം കൊണ്ട് ശവിക്കരുതാരും, എല്ലാം ഭഗവത്മയമെന്നോർക്ക സമസ്തവും ഭഗവത്മയമാണ്. അതുകൊണ്ട് കോപം കൊണ്ട് നമുക്ക് എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ആദികർത്തപ്രഭു പറഞ്ഞതുപോലെ നമുക്ക് എന്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ഇച്ഛയാണ്. ആ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് പോകാനുള്ള ഒരു അധികാരമേ ഇല്ല. എന്താണ്, സർവേശ്വരനാണ്, പരമേശ്വരനാണ്, എല്ലാത്തിന്റെ അധിപനാണ്. അതിനെ
മുന്നോട്ട് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പുഴുവിനെക്കാളും നികഷ്ടമാണ് നമ്മുടെ ജീവിതം, അല്ലെ? തീർച്ചയായിട്ടും നോക്കു പോലും മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവാത്മാക്കൾ എന്താ ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറി വേറെയുള്ള മൃഗങ്ങളെയും കൊന്ന് നിങ്ങൾക്കൊരു ആത്മാവിനെ കൊടുക്കാൻ പറ്റുമോ? ഒരു ഇല, ഇതൊരു കഥയല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം തന്നെ. ഒരു 2-3 മഹർഷിമാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വനത്തിൽ കൂടെ വരുമായിരുന്നു. അന്നേരം ഒരു കൊള്ളക്കാരന് എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്? എല്ലാവരെയും കൊള്ളയടിക്കും. എന്നിട്ട് അവരുടെ എല്ലാം അങ്കുലിമാൽ അവന്റെ പേര് തന്നെ. എന്നിട്ട് വിരലുകൾ മുറിച്ചിട്ട് അവൻ മാല കെട്ടിയിട്ടാണ് നടക്കുന്നത്. അത്രയ്ക്കും അതിക്രൂരനായിട്ടുള്ള ഒരു കൊള്ളക്കാരനായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തത്? മഹർഷിമാരോട് പറഞ്ഞു, നിക്ക് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞു. ശരി, ഞങ്ങളെല്ലാം തരാം. ഞങ്ങളുടെ കയ്യിൽ, ഞങ്ങൾ മഹർഷിമാരാണ്, ഞങ്ങൾക്ക് എന്താ ഉള്ളത്? ഞങ്ങൾക്കൊന്നുമില്ല. എന്നാൽ തന്നെ ഉള്ളതെല്ലാം നിനക്ക് തരാം. പക്ഷെ ഒരു കാര്യം നീ ചെയ്തോട്ട് വരൂ എന്ന് പറയും. അവിടെ ഒരു പ്രാവ് നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അവിടെ ചെന്നിട്ട് ഒരു പ്രാവിനെ എടുത്തുകൊണ്ട് വരാൻ പറയും. ആ പ്രാവിൽ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവരാൻ പറയും. പറിച്ചിട്ട് കൊണ്ടുവരാൻ പറയുന്ന സമയത്ത് അവൻ വലിയ ഗമയടിച്ചിട്ട് പ്ലാവിലെ പറിച്ചുകൊണ്ട് വന്നതിന് ശേഷം പറഞ്ഞു, ശരി, നീ ഇത് പറിച്ചുകൊണ്ട് വന്നിരുന്നു, വളരെ ഈസി ആയിട്ട് നീ പറിച്ചുകൊണ്ട് വന്നു. ശരി, നീ ഒരു കാര്യം ചെയ്യ്, ഈ പ്ലാവില നീ എങ്ങനെയാണ് ആ പ്ലാവിലേന്ന് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തിരിച്ച് ആ പ്ലാവയില് കൊണ്ടുവെക്കാൻ പറയും. അതെങ്ങനെ സാധ്യമാകും? എങ്ങനെ സാധ്യമാകും? പറിക്കാനല്ലേ പറ്റത്തുള്ളൂ. എങ്ങനെ കൊണ്ടുവെക്കാൻ പറ്റുന്നത്? അതേപോലെ കൊണ്ടുവെക്കാൻ എങ്ങനെ? നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയും. കൊണ്ടുവെക്കാൻ പറ്റുക എത്ര നീ ശ്രമിച്ചിടക്കുകയും അയാൾ ശ്രമിച്ചിടക്കുകയും പറ്റുന്നില്ല. തിരിച്ച് ഇവരുടെ അടുത്ത് വന്നു. അന്നേരം അവര് ചോദിക്കുന്നു, ഏത് ആത്മാക്കളെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും നീ കൊല്ലുന്നുണ്ട്. പക്ഷെ ആ കൊല്ലുന്ന ആത്മാക്കളെ നീയാണോ അവർക്ക് ആത്മാവ് കൊടുത്തത്? നീയാണോ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്? നിനക്ക് എങ്ങനെ പിന്നെ അവരുടെ ആത്മാക്കളെ അവരെ കൊല്ലാൻ നിനക്ക് ആരാണ് അധികാരം തന്നിരിക്കുന്നത്? നിനക്ക് അവർക്കൊരു ജീവൻ കൊടുക്കാനുള്ള അധികാരമുണ്ടോ? നിനക്ക് പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഒന്ന് നീ ചിന്തിക്കും. ആ ചിന്തയാണ് നിനക്ക് വേണ്ടുന്നത്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്താണ് ചെയ്യുന്നത്? നീ സ്വയം ഒന്ന് അവലോകനം ചെയ്യാൻ പറയും. അവന് മനസ്സിലായി കഴിഞ്ഞു. പ്രത്യേകിച്ചും ആരുടെ സംഘമാണ് കിട്ടിയിരിക്കുന്നത്? സത്തായിട്ടുള്ള ആൾക്കാരുടെ സംഘമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹർഷിമാരുടെ സംഘം. ആ സംഘത്തിൽ വന്നിട്ട് അവരുടെ ആ ഒരു നാരദരെങ്ങനെയാണ് നാരദരായിട്ട് വന്നത്? ശൂദ്രശ്രീയുടെ മകനായിട്ടുള്ള ആ നാരദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്തായിട്ടുള്ള സംഘത്തിൽ വന്നു, സന്യാസിമാരുടെ സംഘത്തിൽ വന്നു, അവരുടെ സേവ ചെയ്തു, അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അടുത്ത ജന്മം നാരദരായിട്ട് വന്നെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുമല്ലോ. അതെ, ഇവിടെ അതേപോലെ തന്നെയാണ്. ഈ അങ്കുലിമാന്റെ സംഘം കിട്ടിയിരിക്കുന്ന ആരെയാണ്? സത്തായിട്ടുള്ള ആൾക്കാരെ, മഹർഷിമാരുടെ സംഘം കിട്ടുന്ന അവരുടെ ആ ഒരു കാറ്റ്, അവരുടെ ആ ഒരു സാമീപ്യം തന്നെ അങ്കുലിമാലിനെ മാറ്റിമറിച്ച് അദ്ദേഹം പിന്നെ ഭയങ്കര ഒരു ഭക്തനായിട്ട് മാറി എന്നുള്ളതാണ്. കഥയല്ല ഇതൊന്നും. ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം. പണ്ട് ഞാൻ വളരെ അത് കേട്ടിട്ടുണ്ടെന്നുള്ളതാണ്. സ്വാമി വിവേകാനന്ദ കേരളത്തിൽ വരുന്ന സമയത്ത് ഭ്രാന്താലയമാണ് ഇതെന്ന് പറഞ്ഞത്. സത്യമായിട്ടുള്ള കാര്യം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് അസല ഒരു ഭ്രാന്താലയം തന്നെയാണ്. പക്ഷെ അദ്ദേഹം എല്ലായിടത്തും ആളുകളെ ഉദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എല്ലാവരും എത്രയോ യുവാക്കളാണ് അദ്ദേഹത്തിന്റെ കൂടെ പോയതെന്നറിയാമോ? തിരിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് യുവാക്കള് അദ്ദേഹത്തിന്റെ കൂടെ പോയി എന്നുള്ളത്. അങ്ങനെ എത്ര ആൾക്കാരുടെ കഥകളാണ്. ഇവിടെ അതേപോലെ തന്നെ എന്താണ്? അഗസ്ത്യമഹർഷി ശാപം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് തരാൻ പറ്റും, ശാപമോക്ഷം തരാൻ പറ്റും. നീയാണെന്നുണ്ടെങ്കിൽ ആനയായിട്ട് ജനിക്കും, ആനയായിട്ട് മാറി എന്നൊക്കെ ഉള്ളതൊക്കെ ഇതാണ്. പക്ഷെ നിനക്ക് മുക്തിമാർഗത്തിലേക്കുള്ള ആ ഒരു മാർഗമാണ് ഭഗവാൻ നിനക്ക് തന്നിരിക്കുന്നത്. അത് എന്നെ നിമിത്തമാക്കിക്കൊണ്ടാണ് ഭഗവാൻ ഈ കാര്യം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകും. ഈ ദ്രൗപദ മഹാരാജ് എന്താ പറ്റിയ? ആനയായിട്ട് ജനിക്കുന്നു. ആനയായിട്ട് ജനിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആനക്കൂട്ടങ്ങളുടെ രാജാവോ ഗജേന്ദ്രനാകുന്നു, ഗജങ്ങളുടെ ഇന്ദ്രനാകുന്നു എന്നുള്ളതാണ്. രാജാവാകുന്നു. അങ്ങനെ മതിച്ച് ആടിത്തിമർത്തി എല്ലാം കാട്ടിലും വനങ്ങളിലും എല്ലാം അങ്ങനെ സഞ്ചരിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ആനന്ദത്തോടുകൂടി പിടിയാനകളോടൊപ്പം കുട്ടികളോടൊപ്പം അങ്ങനെ ഭയങ്കര ആനന്ദത്തോടുകൂടി കുറെ നാള് ജീവിക്കുന്നു. ആ സമയത്താണ് ഒരു വരൾച്ച വരുന്നു. വരൾച്ച വരുമ്പം കാട്ടിലെങ്ങും വെള്ളമില്ല. ഇവർക്ക് ഈ ആനക്കൂട്ടങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ എരിപൊരി കൊള്ളുക. ആ സമയത്താണ് അവിടെ നല്ല ഒരു താമരപ്പൊയ്ക കാണുന്നു.
അവരിങ്ങനെ നടന്ന് വന്ന സമയത്ത് നല്ലൊരു താമര പൊയ്ക കാണുന്നു. അന്നേരം തട്ടഹസിച്ച് ഇവരെല്ലാവരും കൂടെ ആ പൊയ്കയിൽ ഇറങ്ങി കുളിച്ചു. വെള്ളം എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു, ആവശ്യം പോലെ കുടിച്ചു. ഭയങ്കര രസമായിട്ട് കുറെ സമയം എല്ലാവരും ആ പൊയ്കയിൽ കഴിച്ചു കൂട്ടി. പൊയ്കെ കഴിച്ചു കൂട്ടിയപ്പോ ഗജേന്ദ്രന് അവരുടെ രാജാവല്ലേ, അതുകൊണ്ട് പ്രജകളോടെല്ലാം പറഞ്ഞു കര കയറിക്കോളാൻ പറയും, കരയെ കയറി പോവാൻ പറയും. അങ്ങനെ ഈ പ്രജകളെല്ലാം എല്ലാവരും എന്ത് ചെയ്തു, ആനക്കൂട്ടങ്ങളെല്ലാം കരയെ കയറിയിട്ട് ലാസ്റ്റിലെ അന്നേരം ലീഡർ അല്ലേ, അന്നേരം എന്താ ചെയ്യുന്നത്, ഗജേന്ദ്രന് കരയിലേക്കിട്ട് കയറാൻ തുടങ്ങുന്ന സമയത്ത് കാലിൽ എന്തോ പിടിച്ചിരിക്കുന്നു. എന്താണ് പിടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വലിക്കുന്നു, കാല് മുന്നോട്ട് വലിക്കുന്നു, പക്ഷേ കാല് അതിശക്തമായിട്ട് പുറകോട്ട് ആരോ പിടിച്ചു വലിക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഒരു മുതലയാണ് ഈ കാലെ പിടിച്ചിരിക്കുന്നത്, നക്രം. ആ നക്രം പിടിച്ചിരിക്കുന്നു, ആ മുതല പിടിച്ചിരിക്കുന്നു, കാല് വലിക്കാൻ പറ്റുന്നില്ല, ഒരു അടി പോലും ഇളക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയപ്പോ എന്ത് ചെയ്തു, ആനകളും എല്ലാം കുറെ ശ്രമിച്ചു ഈ ഗജേന്ദ്രനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ആർക്കും ഒരു രക്ഷയില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവരവരുടെ പാട്ടിന് പോയി. ഈ ഗജേന്ദ്രനെ ഈ പൊയ്കയിൽ ഉപേക്ഷിച്ചിട്ട് അവരവരുടെ പാട്ടിന് പോയി. ഭക്തരെ, ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളും അതേപോലെ തന്നെയല്ലേ? നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം തന്നെ ഹോമിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സുഖത്തിനും സമൃദ്ധിക്കും വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ആപത്ഘട്ടം വരുന്ന സമയത്ത് എത്ര പേര് നമ്മളെ സഹായിക്കുന്നുണ്ട്? അല്ലെങ്കിൽ അവരുടെ സഹായം പൂർണ്ണമാവുന്നുണ്ടോ? ഇല്ല. എന്താണ് പൂർണ്ണമാവാത്തത്? ഭഗവാന്റെ ആ കാരുണ്യമില്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങളും പൂർണ്ണമാവാൻ പോകുന്നില്ല. ഇവിടെ അതേപോലെ തന്നെ എന്താണ്, ഗജേന്ദ്രനെ ആനക്കൂട്ടം എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി. ഒരു സമയം നമുക്കും വരും. ആ സമയം എന്താണ്, നമ്മളും എല്ലാരെയും ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു സമയം വരുന്നു. പക്ഷേ നമ്മുടെ ഈ പഞ്ചഭൂതങ്ങളാ നിർമ്മിച്ച ശരീരം ഇവിടെ വിട്ടിട്ട് പോവുമെങ്കിലും സൂക്ഷ്മ ശരീരം നമുക്ക് കിട്ടും. ആ സൂക്ഷ്മ ശരീരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. വേദന യാതനാ ശരീരം എന്നതിന് പറയുന്നത് തന്നെ. നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് സുഖവും കിട്ടും, ദുഃഖവും കിട്ടും. യാതന അനുഭവിക്കാനാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എണ്ണയിലിട്ട് വരട്ടും, ഇതൊന്നും ചുമ്മാ പറയുന്ന മാതാജിന് പറയണ്ട, ഇതൊക്കെ നടക്കുന്ന കാര്യം. ഭാഗവതത്തിലെ ഓരോ വാക്യങ്ങളും സത്യമായിട്ടുള്ള കാര്യം. എന്താണത്? ഭഗവാനാണ് സ്വയം ഭാഗവതം. ഭഗവാന്റെ ലീലകളാണ് ഭാഗവതം. അതുകൊണ്ട് ആ ഭാഗവതത്തിലെ ഒരു കാര്യവും അസത്യമായിട്ടില്ല. ഇപ്പോഴും നടക്കുന്നത് അതങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത് അന്നേരം യാതനാ ശരീരത്തിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്തിരിക്കുന്ന ആ പുണ്യങ്ങളാണ് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആ സമയം നമ്മുടെ ജീവൻ പോകുന്ന സമയത്തായി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ വിചാരിക്കും മാതാജി രാവിലെ വന്നിട്ട് ബോറടിപ്പിക്കുന്നു. അല്ല മക്കളെ, എന്താ പറയുന്നതെന്നറിയാമോ? നമ്മുടെ മനസ്സിൽ ഇതെല്ലാം ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് ഇപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാനന്ദത്തിലല്ലേ. ഈ നാമം ജപിക്കുന്ന സമയത്തായാലും ഈ 4 മണി, അല്ലെങ്കിൽ ആരും ഈ 4 മണി സമയത്ത് കേറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും. അന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന ആ അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമൃതം നിങ്ങൾ ആവോളം ഭുജിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇവിടെ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഏകത്തിലായാലും പരത്തിലായി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സുഖം മാത്രമേ കിട്ടൂ. ഈ ഒരേ ഒരു നാമത്തില് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണോ രക്ഷതോ ജഗത്രയ ഗുരു. കൃഷ്ണനാണ് നമ്മളെ രക്ഷിക്കുന്ന, ആ ജഗത്രയ ഗുരുവാണ് നമ്മളെ രക്ഷിക്കാൻ. ആ കൃഷ്ണം നമസ്യാമിഹം, കൃഷ്ണനല്ലാതെ വേറൊരു ആശ്രയവുമില്ല. നമ്മളെ എല്ലാ ആൾക്കാരും പറയും കൃഷ്ണ 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 എന്നുള്ള. ഇസ്കോൺകാർക്ക് കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ഇസ്കോൺകാർക്കല്ല കൃഷ്ണനുള്ളത്, എല്ലാവർക്കും കൃഷ്ണനുണ്ട്. ഈ ജഗത്തിന്റെ എല്ലാ ഗുരുവാണ് ആ കൃഷ്ണന്. എല്ലാവർക്കും വിശ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തു. അതിൽ നിന്നാണ് എല്ലാ ആൾക്കാരും വന്നിരിക്കുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും എല്ലാവരും വന്നിരിക്കുന്നതും ആ ഭഗവാനിൽ നിന്നിട്ടാണെന്നുള്ളതാണ്. നാരായണീയത്തില് 4-ാമത്തെ ദശകത്തില് കറക്റ്റിന് പറയുന്നുണ്ട്, വിശ്വരൂപ ദർശനം തന്നെ പറയുന്നുണ്ടെന്നുള്ളത്. അതേപോലെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എല്ലായിടത്തും ആ
സാക്ഷാൽ പരബ്രഹ്മമാണ്. ഗോലോക വൃന്ദാവനേശ്വരനായിട്ടുള്ള ആ കൃഷ്ണനാണ്. എല്ലാത്തിനും അധിപനായിട്ടുള്ള ആ കൃഷ്ണനിൽ നിന്നായിട്ടാണ് എല്ലാവരും വരുന്നത്. ഇപ്പൊ ഒരു ചെടിക്കും വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൂട്ടിൽ വെള്ളം ഒഴിച്ചാൽ മതി നമ്മള്. പക്ഷേ ശാഖയ്ക്കും ഇലയ്ക്കും പൂവിനും കായ്ക്കും സെപ്പറേറ്റ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്താണ് അതിന്റെ ആ മൂട്ടിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നു എന്ന് പറയുന്നത് പോലെയാണ്. കൃഷ്ണനെ ഭജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാ ദേവതകളും പ്രസന്നരാകും എന്നുള്ളത്. കൃഷ്ണഭക്തരാണെന്നുള്ളതുണ്ടെങ്കിൽ നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ കൃഷ്ണഭക്തനാണെന്നുള്ളതുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ബാക്കിയുള്ള ദേവതകളൂടി നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. ഭഗവാന് ശരണാഗതി പ്രാപിക്കുക മാത്രമേ അതെല്ലാം നടക്കൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും ശരണാഗതി പ്രാപിച്ചു. നമ്മളെന്ന് പറയേണ്ടത് ഞാനൊക്കെ ഒരു പരമ്പര വിട്ടി, ബാക്കി നിങ്ങളെല്ലാവരും ശരണാഗതി പ്രാപിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഭഗവാന്റെ കാരുണ്യം എപ്പോഴും ഉണ്ട് ഇവിടെ. അതേപോലെ ഗജേന്ദ്രന്റെ കൂട്ടരെല്ലാവരും ഗജേന്ദ്രനെ വിട്ടിട്ട് പോയി കഴിഞ്ഞു. എന്നിട്ടും 10,000 വർഷക്കാലം നിങ്ങൾ ഓർക്കും, സത്യയുഗമാണെന്ന് ഓർത്തോണം. അത് 1,00,000 വർഷമാണ് അവിടുത്തെ ആയുസ്. അന്നേരം 10,000 വർഷക്കാലം ഈ പൊയ്കയില് ഈ നക്രവും മുതലയും ഈ ആനയും കൂടെ പിടിവലി നടന്ന് ആരും ജയിക്കുന്നില്ല. അവസാനം പൂർവജന്മ സ്മൃതി വന്നു ഈ ഗജേന്ദ്രന്. എന്നിട്ട് എന്ത് ചെയ്തു? ആ പൊയ്കയിലിരുന്ന് ഒരു താമരപ്പൂ പറിച്ചിട്ട് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞിട്ട് ആ പൂവിനെ ഇങ്ങനെ ചുഴറ്റി എറിയുക ചെയ്യുന്നത്. എറിയുന്ന സമയത്ത് സത്യലോകത്ത് ചെല്ലുമ്പം ബ്രഹ്മാവ് പറയൂ, ഇത് ഞങ്ങളുടേതല്ല, ഇതെന്റേതല്ല. അതേപോലെ കൈലാസത്തിൽ ചെല്ലുന്നു ഈ പൂവ്, കൈലാസം പറയുന്നു, ശിവഭഗവാൻ പറയുന്നു ഇത് എന്റേതല്ല. എവിടെയാണ്? നേരെ വൈകുണ്ഠത്തിലേക്ക് ആ ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് ഈ പൂവ് ചെന്ന് വീഴുന്നു. ഭഗവാൻ അവിടെ വെപ്രാളമായി, എന്റെ ഭക്തൻ എന്നെ വിളിക്കുന്നു, എന്റെ ഭക്തൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഗരുഡന്റെ പുറത്ത് കയറി. എന്നിട്ട് ലക്ഷ്മി ദേവിയോടൊപ്പം ഗരുഡനോട് പറയണേ, ഗരുഡ ഭഗവാനോട് പറയുന്നത് എന്താ പറയുന്നത്? സ്പീഡ് പോരാ, പെട്ടെന്ന് പോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയം പിടിച്ചാർത്തി മുടിയെല്ലാം അങ്ങോട്ട് കെട്ടി അങ്ങനെയുള്ള ആ ഒരു രൂപത്തിൽ അങ്ങോട്ട് ഭഗവാന് അവിടെ ആ വിഷ്ണു രൂപത്തിൽ തന്നെ അവിടെ എത്തുന്നു. പൊയ്കയിലെത്തിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ആദ്യം തന്റെ ചക്രം കൊണ്ടാണെന്നുണ്ടെങ്കിൽ നക്രത്തിനെ കൊല്ലുന്നു, മുതലെ കൊന്ന സമയത്ത് മുതല് നല്ല അതിസുന്ദരനായിട്ടുള്ള ഒരു ഗന്ധർവനായിട്ട് അവിടെ മാറുന്നത്. ഈ ഗന്ധർവനും അതുപോലെ തന്നെ ഒരു ശാപം കിട്ടിയിട്ട് ഹൂഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവന് ഇതേപോലെ ശാപം കിട്ടിയിട്ട് മുതലയായിട്ട് മാറിയതായിരുന്നു. ആദ്യം ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ ഭക്തന്റെ സേവ ചെയ്യുന്ന എന്താണ് ആ നക്രം. അല്ലാന്നുണ്ടെങ്കിൽ ആ നക്രം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഗജേന്ദ്രന് മോശപ്രാപ്തിക്കുള്ള സമയമാവില്ലല്ലോ. അതുകൊണ്ട് ആദ്യം ആ ഗന്ധർവനാണ് എന്ത് കൊടുത്തത്? ശാപമുക്തി കൊടുത്തതെന്നുള്ളതാണ്. അങ്ങനെ ഗന്ധർവൻ ഭഗവാനെ സ്തുതിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? നേരെ ഗന്ധർവ ലോകത്തിലേക്ക് പോകുന്നു. പിന്നെ അടുത്തത് ഗജേന്ദ്രനെ ഭഗവാന്റെ ആ തൃക്കരം കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിടിച്ച് കരയിൽ കയറ്റിയിട്ട് എന്താ ചെയ്യുന്നത്? രണ്ടുപേരും കൂടിയാണെന്നുണ്ടെങ്കിൽ ഗരുഡന്റെ പുറത്ത് തന്നെ ഈ ഗജേന്ദ്രനെ, ഭഗവാൻ അവിടെ വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല. ഗജേന്ദ്രനെ തന്നെ മഹാരാജാക്കി മാറ്റുകയൊന്നും ചെയ്യുന്നില്ല. ആ ഗജേന്ദ്രനെ പിടിച്ച് ഗരുഡന്റെ പുറത്ത് ഭഗവാനുമായിട്ട് ഇങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് ചിരിച്ച് കളിച്ച് ഓരോരോ വർത്തമാനങ്ങളും പറഞ്ഞിട്ട് ആ ഗജേന്ദ്രനെ തന്റെ ലോകമായിട്ടുള്ള ആ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമുക്ക് പോലും ഒരാനയ്ക്ക് പോലും മോശം കൊടുത്ത ആ ഭഗവാന് പിന്നെ നമുക്ക് മോശം തരാതിരിക്കുമോ? എങ്ങനെ തരാതിരിക്കും ഭഗവാനെ? ഒരിക്കലും തരാതിരിക്കില്ല. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് നമ്മുടെ തന്നെ ഉള്ളിലാ ഭഗവാന്. ആ ഉള്ളിലുള്ള ഭഗവാൻ ഈ കാര്യങ്ങളെല്ലാം അറിയില്ലേ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ തൃപ്പാദത്തില് ശരണം പ്രാപിച്ചോളൂ. അതിന് എന്ത് വേണം? നമ്മൾ ഭഗവാനെ സ്വയം അർപ്പിക്കണം. ഗോപികമാര് ചെയ്തതുപോലെ എല്ലാം വിട്ടറിയണമെന്ന് ഞാൻ പറയില്ല. നമ്മുടെ കർമ്മങ്ങളും ചെയ്യണം. കർമ്മങ്ങൾക്ക് അനുസരിച്ച് തന്നെ. കർമ്മം ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത്. കർമ്മം ചെയ്യണം. ആ കർമ്മങ്ങളിൽ കൂടി ആയിരിക്കണം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മമായി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താണ്? ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം. അധർമ്മികളാവരുത് നമ്മൾ ഒരിക്കലും. അധർമ്മികളായി കഴിഞ്ഞാൽ നീ പോ നിന്റെ പാട്ടിന് പറഞ്ഞിട്ട് ഭഗവാന്റെ പാട്ടിന് പോകും.
എന്താ പണ്ട് ദ്വാരകയിലിരുന്നിട്ട് ഭഗവാൻ രുക്മിണി ദേവിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ അമൃതത്ത് കഴിക്കുന്ന സമയമായിരുന്നു. രുക്മിണി ദേവിയും ഭഗവാനും കൂടി. അപ്പൊ അന്നേരം രുക്മിണി ദേവി അടുത്തിരുന്നിട്ട് ഇങ്ങനെ എല്ലാം വിളമ്പി ഭഗവാന് കൊടുക്കുന്നു. ആ സമയത്ത് ഭഗവാൻ എന്തോ അസ്വസ്ഥത പോലെ തോന്നിയിട്ട് ഓടിപ്പോവുക. ഇരുന്നിടത്ത് നിന്ന് അമൃതത്ത് കഴിക്കുന്ന സ്ഥലത്ത് തന്നെ എഴുന്നേറ്റിട്ട് ഓടുന്ന സമയത്ത് പക്ഷേ കുറച്ച് സമയം തിരിച്ച് അതേപോലെ വരുന്നു. എന്ത് പറ്റി ഭഗവാനെ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു, എന്റെ ഒരു ഭക്തനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ എന്തോ ആപത്തിപ്പെട്ടു, ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി പോയതാ. പക്ഷെ അവൻ സ്വയം ആണെന്നുണ്ടെങ്കിൽ അവന്റെ രക്ഷ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളെ എന്താ ചെയ്യേണ്ടത്? ഭഗവാനിൽ നമ്മള് സ്വയമായിട്ട് അർപ്പിക്കണം. ആ അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭാഗവതത്തിന്റെ രുചി അറിയണം. ഭാഗവതത്തിന്റെ രുചി അറിഞ്ഞാൽ മാത്രമേ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഭക്തിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം വേണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോപ്പർ വേയിലേക്ക് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, ഏതൊക്കെയോ ചെയ്യുന്നു, പക്ഷെ എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ആചാര്യന്മാര് ഭഗവാന്റെ വാണിയായിട്ടുള്ള ആ ഭഗവത്ഗീതയും ഭഗവാന്റെ ലീലകൾ അടങ്ങുന്ന ആ ഭാഗവതവും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഭഗവാൻ സ്വയം സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് എന്താ ഉത്തമര് ചോദിച്ചു, ഭഗവാനെ കലികാലമല്ലേ വരുന്നത്, ഈ അങ്ങയുടെ ഭക്തരെങ്ങനെയാ കലികാലത്തിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന സമയത്ത് ഭഗവാൻ സ്വയം പറയുന്നു. എന്താ പറയുന്നത്? ഉത്തവരെ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആര് ഭഗവത്ഗീത വായിക്കുന്നുണ്ടോ, ആര് ഭാഗവതം വായിക്കുന്നുണ്ടോ, ആരെന്റെ നാമങ്ങൾ എടുക്കുന്നുണ്ടോ, അവരെ ഒന്നിനെയും ഒരു കലിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഭഗവാന് വാക്ക് പറഞ്ഞിട്ടുള്ളതാന്നുള്ള, സത്യം ചെയ്തിട്ടുണ്ടെന്നതാ പറഞ്ഞേ. അന്നേരം നമ്മളെ തീർച്ചയായിട്ടും ആ സത്യം ഭഗവാൻ പാലിക്കാതിരിക്കുമോ? അദ്ദേഹം ജഗത്തിന്റെ എല്ലാ അധിപനാണ്. ആ ഭഗവാൻ നമ്മുടെ ഇപ്പം തന്നെ ഒരു കുഞ്ഞ് വഴിതെറ്റി പോയെന്ന് വെച്ചോ, വഴിതെറ്റി പോയി കഴിഞ്ഞാലും എന്താണ്, നമ്മൾ ആ അമ്മയും അച്ഛനും ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ തള്ളിക്കളയുമോ? ഇല്ല. എങ്ങനെയൊക്കെ അവനെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം അവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേ നമ്മൾ ഇരിക്കും എന്നുള്ളതാണ്. അവസാന സമയമായി കഴിഞ്ഞാൽ പോലും ആ അമ്മയ്ക്ക് ഒരിക്കലും അല്ലെങ്കിൽ ആ അച്ഛൻ ഒരിക്കലും ആ കുട്ടിയെ തള്ളിക്കളയാൻ പറ്റില്ല. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും അതേപോലെ തന്നെയാണ് നമ്മളും. ഭഗവാന്റെ അംശമാണ് നമ്മളെ. ഭഗവാനിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. അന്നേരം ആ ഭഗവാന് നമ്മളെ തള്ളിക്കളയാൻ പറ്റുമോ? ഒരിക്കലും ഭഗവാന് നമ്മളെ തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? പക്ഷെ നമ്മളും അതേപോലെ നിൽക്കണം. എന്താണ് നമ്മള് എന്താ ചെയ്യേണ്ടത്? ഏറ്റവും നാസ്തികനായിട്ടുള്ള ഒരാളായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുവോ? ഇല്ല. അതുകൊണ്ട് നമ്മള് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാനെ സമർപ്പിക്കുക. ഉള്ളാലേ മതിയല്ലോ. എന്നിട്ട് എന്താണ് നമുക്ക് കിട്ടുന്നതിൽ ഒരു അതെല്ലാം ഭഗവാന്റെയാണ്. ആ ഭഗവാന്റേതായിട്ടുള്ളത് ഭഗവാന് കൊടുക്കാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ചോറായി പോവും, നമ്മള് കള്ളന്മാരായി പോവും അല്ലേ? ഇപ്പം വീട്ടുടമസ്ഥയ്ക്ക് ഇപ്പം ഒരു വീട്ടിൽ തന്നെ നമ്മൾ താമസിക്കുന്നു. അത് വാടക വീടാണെന്ന് വെച്ചോളൂ. അത് ആ വാടക കൊടുക്കാതെ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുമോ? എന്ന് പറയുന്നത് പോലെ ഈ ജഗത്തെല്ലാം ആരുടേതാണ്? ഈ ജഗത്തെല്ലാം ഭഗവാന്റേതാണ്. അന്നേരം ഭഗവാന്റേതായിട്ടുള്ള ആ ജഗത്ത്, നിങ്ങളുടെ ഒന്നിന്റെ ആവശ്യം ഭഗവാനില്ല. പക്ഷേ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലേ? നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യണം. കർമ്മത്തിന്റെ ഫലത്തിന്റെ ഇച്ഛ ഫലം എന്താണ്? ആർക്കാണ്? ഭഗവാനാണ്. അതായത് അങ്ങനെ ഇരിക്കുന്ന സമയം ഭഗവാൻ ഇതൊന്നും എടുത്തുകൊണ്ട് പോവില്ല. ഭഗവാൻ എന്തോരു സന്തോഷമായിരിക്കും. ഇപ്പം തന്നെ നമ്മളൊരു എക്സാമ്പിൾ പറയാം. ഒരു വീട്ടിൽ ഇപ്പം നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളെ വളരെ കാര്യമായിട്ട് വളർത്തുന്നു, പഠിപ്പിക്കുന്നു. അവരെന്തേലും നമുക്ക് തിരിച്ചു തരുമെന്നും പറഞ്ഞാണോ നമ്മൾ അവരെ വളർത്തുന്നത്? അല്ലല്ലോ. തിരിച്ചു തരുമെന്നും പറഞ്ഞാണോ നമ്മൾ വളർത്തുന്നത്? അല്ലെങ്കിൽ അവരുടെ ഇത്ര വേണം അത്ര വേണമെന്നും പറഞ്ഞാണോ വളർത്തുന്നത്? എന്ന് പറയുന്നത് ഭഗവാൻ ഒന്നിന്റെ ആവശ്യമില്ല. എന്നാൽ തന്നെ ആ കുഞ്ഞു വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, ഒരു ഓണത്തിന് വരുന്ന സമയത്ത് ഒരു ഷർട്ടും മുണ്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാരിയോ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തീറ്റയോ, മീൻസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊക്കെ അല്ല, ഉള്ളാലെ നമ്മൾ വെളിയിൽ അധികം കാണിച്ചില്ല, പക്ഷെ ഉള്ളാലെ നമ്മൾ എന്തായിരിക്കും സന്തോഷിക്കുന്നേ? ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നോക്കിയാൽ മതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അമ്മ എന്നൊരു വിളി, അല്ലെങ്കിൽ അച്ഛന്നൊരു വിളി, അല്ലെ? എത്ര സന്തോഷമായിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഭഗവാനും. ഭഗവാനിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ആദി ഗുരുവാണ്, ആദി പിതാവാണ്, ആദി മാതാവാണ്. എല്ലാം ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. അന്നേരം ആ ഭഗവാന്റെ മക്കളായിട്ടുള്ള നമ്മള് ഭഗവാനെ മറന്നുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഇപ്പോഴത്തെ തലമുറയുടെ കാര്യം പറയുന്നത്.
മാതാപിതാക്കൾക്ക് യാതൊരു വിലയില്ല, അവരെ കൊണ്ട് ചെന്ന് വഴി തള്ളുക, നടതള്ളുന്ന ഒരു സമ്പ്രദായമായി ഇപ്പം കൂടുതലും വന്നിരിക്കുന്നത്. ന്യൂക്ലിയർ ഫാമിലി. അതുകൊണ്ട് എൻ്റെ അച്ഛനും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട. ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ മക്കളും. എൻ്റെ മക്കൾ ഇത് കണ്ടാ വളരുന്നത്, പക്ഷെ അത് അവിടെ ഓർമ്മ വെക്കുന്നില്ല എന്നുള്ളതാണ്. അവരന്നിട്ട് എന്താ ചെയ്യുന്നത്? മക്കളും അതേപോലെ തന്നെ ചെയ്യും, അതൊന്നും ആർക്കും ഓർമ്മയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണിത്. അച്ഛനും അമ്മയും വേണ്ട, നമ്മളും അതേപോലെ ഭഗവാനെ മറന്നു പോന്നു ഇല്ലേ? നമ്മുടെ പരമപിതാവായിട്ടുള്ള ഭഗവാനെ മറന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ തന്നെ നടതല്ലെന്ന അമ്മ അച്ഛന്റെ കണ്ണിൽ നിന്നിട്ട് ഇറ്റു വീഴുന്ന കണ്ണീരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ശാപമായിട്ടായിരിക്കും ആ മക്കൾക്ക് വരുന്നത്? ആരെങ്കിലും അത് ആലോചിക്കാറുണ്ടോ? ആലോചിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മളും ഭഗവാനെ മറന്ന് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരിക്കുക, എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യേ, എന്റെ കൊച്ചുങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, ഏതാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ആകാംക്ഷയോട് ഇരിക്കുന്ന ആ ഭഗവാനെ നമ്മൾ മറന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആഹാരം, നിദ്ര, മൈഥുനം, സ്വയം രക്ഷ മാത്രം ചെയ്ത് ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ഉള്ള എത്ര കാലം അത് നമുക്ക് ശാപമായിട്ടല്ലേ വരുന്നത്? നമുക്ക് അനുഗ്രഹമായിട്ടാണോ വരുന്നത്? അതേസമയം നമ്മൾ എല്ലാ സമയത്തും വേണമെന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ നാമങ്ങളിൽ കൂടി, ആ ഭഗവാന്റെ കാര്യങ്ങളിൽ കൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് സന്തോഷമായിരിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ശാസ്ത്രം, സാധു, ശാസ്ത്ര, ഗുരു. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. സാധു എന്ന് പറഞ്ഞാൽ സത്സംഗം, സത്തായിട്ടുള്ള ആളുകളുടെ സംഘം. ദുസ്സംഗത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിത്തീരും? നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര നല്ലതായിരിക്കും, പക്ഷേ മറ്റോടെ കാറ്റിങ്ങോട്ട് അടിക്കുന്നത്. ആ കാറ്റടിക്കുന്നത് മാത്രമല്ല, എങ്ങനെയെങ്കിലും നമ്മളെ എന്താ പറയുന്നത്, കറക്കി അവരുടെ കമ്പനിയിൽ തന്നെ ആക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് സാധു സംഘം, സത്സംഗം. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് അറിവ് വേണം. ആ അറിവ് വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മളെ ശാസ്ത്രം പഠിക്കണം. ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാല് മാത്രമേ നമുക്ക് ഗുരുവിനെ വേണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, തോണി വന്ന് ഒരു വള്ളം എങ്ങോട്ടെങ്കിലും ഒക്കെ കാറ്റിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കൊണ്ടേയിരിക്കും. പക്ഷെ നമുക്ക് ഇറങ്ങേണ്ട ആ ഒരു സ്ഥാനത്ത് നമ്മൾ ഇറങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഒരു തോണിക്കാരൻ അതിനകത്ത് വേണം. ആ തോണിക്കാരനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് നമ്മളെ ഇറക്കുന്നുള്ളത്. ശിലപ്രഭു നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ട്, നിങ്ങളെ 4 കാര്യങ്ങൾ ചെയ്യുക, 4 കാര്യങ്ങൾ വർജിക്കുക. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അസോസിയേഷൻ, ABCD. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സത്തായിട്ടുള്ള ആൾക്കാരുടെ സംഘം. ശരിയല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമല്ലോ. നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ സംഘം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കിട്ടിയില്ലെന്നുണ്ടെങ്കിലോ നമുക്ക് ഇങ്ങനെ എന്തൊരു വെപ്രാളമായിരിക്കും എന്നറിയാമോ? ആൾക്കാരുമായിട്ട് സത്സംഗം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർത്ത്, അതിനാണ് ഈ ഡാമിൽ ആൾക്കാർ ജീവിക്കുന്നത്. ഇപ്പൊ വൃന്ദാവനം പോലെ ഒരു ഡാമിൽ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ മാലയുടെ ചോലി ഇല്ലെങ്കിൽ, മാലയുടെ ആ സഞ്ചി ഇല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ എന്തോ ഒരു വസ്തുവിനെ കാണുന്നത് പോലെയാണ് നോക്കുന്നതെന്നുള്ളതാണ്. എല്ലാവരുടെയും കയ്യിലും മാലയുടെ ആ സഞ്ചി എന്നിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടാണ് എല്ലാവരും നടക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരദൂഷണത്തിന് ഒരു സ്ഥാനവും ഇല്ലാത്ത ആൾ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വെറും ഭഗവാന്റെ കാര്യങ്ങൾ. ഇന്നാണെങ്കിൽ രാധാശ്യാം സുന്ദർ എത്ര സുന്ദരനായിരുന്നു, മംഗളാരതിക്കൊക്കെ എത്ര നല്ലതായിട്ടായിരുന്നു, ആ വനമാല എന്ത് സുന്ദരമായിരുന്നു, ആ പൂക്കൾ ഇവിടെ നിന്നിട്ടാ കൊണ്ടുവന്ന്, അതേപോലെ തന്നെ ഭഗവാന്റെ പായല് എന്ന് പറഞ്ഞ കുലിസ് എന്ത് രസമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ മണി എവിടുന്നാവുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് അവിടുത്തെ സംസാരം. ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭൗതികമായിട്ടുള്ള ടോപ്പിക്ക് വളരെ അപൂർവം ആൾക്കാരെങ്ങനെ വെളിയിൽ നിന്നെങ്ങാനും വരുന്നവർ മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നുള്ളത്. അവിടെയുള്ള ആ ഡാംവാസികൾ ഒരിക്കലും വേറൊരു സംസാരം അവർക്കില്ല എന്നുള്ളത്. നമ്മളിപ്പോ നമ്മുടെ വീട്ടിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നാ മഹാരാജിനെ കണ്ടു കേട്ടോ, ഇന്നാ സന്യാസി വന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് നല്ല പ്രഭാഷണമായിരുന്നു, പിന്നെ ആ പ്രഭാഷണത്തിനെ പറ്റിയായിരിക്കും. അങ്ങനെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ടോപ്പിക്കാണ് എപ്പോഴും വരുന്നതെന്നുള്ളതാണ്. അതാണ് ശിലപ്രഭു അതെപ്പോഴും പറഞ്ഞത്. എന്താണ്? സത്സംഗം, ABCD. പിന്നെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രം, ബുക്ക് റീഡിങ്. ശിലപ്രഭു നോക്കുപോലും ഭഗവത്ഗീത സിറ്റീസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീത തർജിമ നമുക്ക് വേറെ ഒരു ഭഗവത്ഗീത തർജിമ ചെയ്തിട്ടുള്ള ഒരു ബുക്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടത്തേ ഇല്ല. നിങ്ങൾ എത്ര ബുക്ക് വേണമെങ്കിലും റെഫർ ചെയ്ത് നോക്കിക്കോളൂ. പക്ഷേ
ഈ ശീലപ്രഭു തർജ്ജമ ചെയ്ത് എഴുതി ബുക്കിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞത്. ഭഗവാൻ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ആ ഭഗവത്ഗീതയിലുള്ളത്. അല്ലാതെ വേറെ ശീലപ്രഭു പറയുന്നുണ്ടല്ലോ, സ്വയം പറയുന്നുണ്ട്. എന്താണ്, ദാമോദര മന്ദിറിൽ ഇരുന്നിട്ടാണ്, അമ്പലത്തിൽ ഇരുന്നിട്ടാണ് ഈ ഇതെല്ലാം തർജ്ജമ ചെയ്യുന്നത്, ഭാഗവതത്തിന്റെ ട്രാൻസ്ലേഷനും എല്ലാം ചെയ്യുന്നത്. കാരണം ഷഡ്ഗോസ്വാമീസിന്റെ സമാധികളാണ് അവിടെ ഉള്ളത്. അതിലെ രൂപ് ഗോസ്വാമി, നമ്മളെല്ലാവരും രൂപ് അനുയാജികളാണ്. എന്നിട്ട് ആ രൂപ് ഗോസ്വാമി സ്വയം ആ കുടീരത്തിന്റെ മുന്നിൽ നിന്നിട്ട് ഭഗവാനെ മുകളിൽ ശീലപ്രഭുവിന് കാണാൻ പറ്റുമായിരുന്നു എന്നാ പറയുന്നത്. എന്നിട്ട് അങ്ങനെ എല്ലാം എഴുതി. പക്ഷെ പിന്നുണ്ടല്ലോ, കുറെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ശീലപ്രഭു സ്വയം തന്റെ ബുക്ക് എടുത്ത് വെച്ച് വായിക്കുമായിരുന്നു, പ്രഭുപാദിന്റെ ബുക്ക്. അന്നേരം ആരോ ചോദിച്ചു, പ്രഭുപാദ് അങ്ങനല്ലേ ഇത് എഴുതിയത്, പിന്നെ എന്താണ് അങ്ങ് വായിക്കുന്നത്? അന്നേരം പറയുന്നു, ഞാൻ ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല, എന്നെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചതാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കുവാണെന്ന് പറയും. അതാണ് ബുക്ക് റീഡിങ്ങിന്റെ ആ ഒരു മഹത്വം. നമ്മളിപ്പം ഡിവോട്ടികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശിലപ്രഭുപാദിന്റെ ബുക്ക്, ശിലപ്രഭുപാദ് മരിക്കാൻ കിടക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ദേഹം വിടാൻ സമയത്തും എന്താണ് പറഞ്ഞത്? നിങ്ങൾ കരയേണ്ട ആവശ്യമേ ഇല്ല, ഞാൻ ഭൗതികമായിട്ടേ പോകുന്നുള്ളൂ, പക്ഷേ എൻ്റെ എല്ലാം ഞാൻ എൻ്റെ ബുക്കുകളിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജീവിക്കുന്നത് എൻ്റെ ബുക്കുകളിൽ കൂടിയാണ്, ഞാൻ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ചോദിച്ചത്. എൻ്റെ ബുക്കുകൾ പഠിച്ചാൽ മാത്രം മതി. AB ബുക്ക് റീഡിങ്, സീത പറഞ്ഞ ചാൻഡിങ്. നമുക്ക് പോലും ശിലപ്രഭുപാദ് എല്ലാം സിസ്റ്റമാറ്റിക്കലി തന്നെ എല്ലാം ചെയ്തു വെച്ചു എന്നുള്ളതാണ്. രാവിലത്തെ ഈ സമയത്ത് ഒരു 16 റൗണ്ട് ചാൻഡിങ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഉറങ്ങുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൂർവ്വജന്മ പാവം പോയിട്ടില്ല, അതുകൊണ്ടാണ് അവര് ഉറങ്ങുന്നത്. മാല കയ്യിൽ എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് അങ്ങ് ടും ടും എന്നും പറഞ്ഞ് ഉറക്കം വരും എന്നുള്ളതാണ്. അത് നമുക്കത് മനസ്സിലാവണം. നമുക്ക് അതുകൊണ്ട് എൻ്റെ ഇതെല്ലാം എനിക്ക് മാറ്റിക്കിട്ടണം. പക്ഷെ ഈ ഓരോരോ നാമങ്ങളിലുമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പാവങ്ങളെല്ലാം എരിഞ്ഞെരിഞ്ഞ് പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് ദൃഢമായിട്ടുള്ള ഒരു ചിന്ത വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ നാമം ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല. അഥവാ ഉറക്കം വരുവാ, നിങ്ങൾക്ക് കാണാൻ ഉറക്കം വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചൊന്നും നടക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉറക്കം അങ്ങ് പോകും. ഇത് മാല അങ്ങോട്ട് എടുത്തിട്ടുണ്ടും എന്നും പറഞ്ഞ് കസരയിരുന്ന് ഉറക്കം കൂടുതലും ആൾക്കാർക്ക്. പക്ഷേ ആ ഉറക്കം ഓട്ടോമാറ്റിക് വരുന്നതാ. പക്ഷെ ആ ഓട്ടോമാറ്റിക് ആ ഉറക്കം വരുന്നതിനെ നമ്മൾ തരണം ചെയ്യാനുള്ള ആ മനസ്സ് നമ്മൾ വെക്കണം. ആ മനസ്സ് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇച്ഛ വേണം. ആ ഇച്ഛ ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 16 റൗണ്ട് ചാൻഡിങ്. അതാണ് നമുക്ക് 5:30 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ തുളസിയാരതി എല്ലാം കഴിയും. തുളസിയാരതി കഴിഞ്ഞു കഴിഞ്ഞാല് 5:30 തൊട്ട് 7 വരെ വൃന്ദാവനത്തില്, വേറെയുള്ള അമ്പലത്തിൽ എനിക്കറിയില്ല, വൃന്ദാവനത്തില് 5:30 തൊട്ട് 7 മണി വരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജപമാണ്, ജപത്തിന്റെ സമയം. ഈ നമുക്ക് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 6 മിനിറ്റ് മതി, മാക്സിമം 5 മിനിറ്റ്. അതിനാണ് ഈ 1.5 മണിക്കൂർ വെച്ചിരിക്കുന്നത്. ആ 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ 16 റൗണ്ട് ചാൻഡിങ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഗുരുപൂജയാണ് ചെയ്യുന്നത്. എല്ലാം സിസ്റ്റമാറ്റിക്കലി പ്രഭുപാദ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. നമുക്ക് മുട്ടായി ഉണ്ടാക്കി വെച്ചിരിക്കുക, നമുക്ക് വായിലിട്ടൊന്ന് കഴിച്ചാൽ മാത്രം മതി. ആ ഒരു പരുവത്തിലാക്കി വെച്ചു ശിലപ്രഭുപാദ് ഇസ്കോൺ എന്ന് പറയുന്ന ഒരു സംസ്ഥയില്. ആ ഒരു സംസ്ഥയിൽ നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്റ്റീവായിട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓട്ടോമാറ്റിക് പൊക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഏത് കാര്യങ്ങളായി കഴിഞ്ഞാലും, ഭൗതികമായിട്ടുള്ള ഏത് കാര്യങ്ങളായി കഴിഞ്ഞാലും, എത്ര ഹിൻഡ്രൻസും എത്ര തടസ്സങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അതിനകത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ തന്നെ തരണം ചെയ്ത് നമുക്ക് ഭക്തിയിലേക്ക് മുന്നോട്ട് പോകാനുള്ള ആ അനുഗ്രഹം ഭഗവാൻ ഓട്ടോമാറ്റിക് നമുക്ക് തരുമെന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ചാൻഡിങ് പറഞ്ഞു. എന്നിട്ട് ഡൈറ്റി വർഷിപ്പ് എല്ലാവർക്കും ഒന്നും പറ്റില്ല. എന്നാൽ തന്നെ നമുക്കൊരു ഫോട്ടോ നമുക്ക് വർഷിപ്പിന് തന്നെയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്. അങ്ങനെ പല ഇതും പറയുന്നുണ്ട്. വർഷിപ്പിൽ ഇന്ന മൂർത്തി വെക്കാം, അങ്ങനെ വെക്കാം, പിന്നെ മണ്ണ് കൊണ്ടുള്ള മൂർത്തി വെക്കാം. ഫോട്ടോ എല്ലാവർക്കും പറ്റുന്ന കാര്യമേ ഉള്ളൂ. ആ ഫോട്ടോ വെച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധവൃത്തി ഉണ്ടാവണം പൂജാമുറിക്ക്. എല്ലാ ഏകാദശിക്കായി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഇടുന്ന തുണികളെല്ലാം മാറ്റി അവിടെ എല്ലാ കാര്യങ്ങളും നല്ല ദിവസവും തുടച്ച് വൃത്തിയാക്കണം. എവിടെയാ ക്ലീൻനെസ് എവിടെയുണ്ടോ അവിടെയാണ് ഭഗവാനുള്ളത്. വൃത്തിയില്ലാത്തടത്ത് ഒരിക്കലും ഭഗവാൻ ഉണ്ടാവില്ല.
അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ ഏത് ഇസ്കോൺകാരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ആദ്യം നോക്കി കാണും നിങ്ങൾ എന്താണ്, ഭയങ്കര വൃത്തിയായിരിക്കും. വൃത്തിയാണ് മെയിനായിട്ട് വേണ്ടുന്നത്. വൃത്തി ഇല്ലാത്തടത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ലക്ഷ്മി അല്ല, അവിടെ മുസ്താബലി തന്നെയാണ് വസിക്കുന്നത്. അത് 100% ഗ്യാരണ്ടിയാണെന്നുള്ളത്. നമുക്ക് അറിയാം, ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ വീട്ടില് യാതൊരു അഭിവൃദ്ധിയില്ല, എല്ലാം ഡൗൺ ആയി പോകത്തേ ഉള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, മഹാലക്ഷ്മി എപ്പോഴും വിഷ്ണുവിനെ വിട്ടിട്ടാണ് ഒരു നിമിഷം പോലും ദേവി മാറിയിരിക്കില്ല. അത്രയ്ക്ക് ചഞ്ചലയാണ് മഹാലക്ഷ്മി. നമുക്ക് നാരായണീയത്തെ പഠിക്കാനുണ്ട്. നമ്മൾ എന്നിട്ട് പട്ടതിരിപ്പാട് പോലും കളിയാക്കിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു നിമിഷം പോലും ലക്ഷ്മി ദേവി വിഷ്ണുവിനെ മാറി നിൽക്കില്ല. ആ വിഷ്ണു ഭഗവാൻ അവിടെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അല്ലെങ്കിൽ ആ ലക്ഷ്മി ദേവി അവിടെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം, വൃത്തി വേണം. ക്ലീൻനെസ് ഈസ് നിയർ ടു ഗോഡ്നെസ് എന്നാ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, വൃത്തി വേണം. ഡൈറ്റി വർഷിപ്പിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മൂർത്തി വെച്ച് പൂജിക്കുന്ന, എന്നാലും ഫോട്ടോ വെച്ചിട്ട് നമുക്ക് പൂജിക്കാം. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ എന്ത് ചെയ്യണം, കുറച്ച് പൂക്കളൊക്കെ, മന്ദാരപ്പൂവ് ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ളത് മന്ദാരം, തെറ്റി, തുളസി, പിച്ചകം. പിച്ചിയൊക്കെ ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ തന്നെ ഈ മന്ദാരപ്പൂ മിക്കവാറും എല്ലായിടത്തും ഉണ്ടാവും. അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പാല നിത്യം പൂവിടുന്ന ഒരു കാര്യമാണ് പാലപ്പൂവ്. അതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലെ തന്നെ പൂ പറിച്ചിട്ട് നമുക്ക് ഭഗവാന്റെ മുന്നിൽ വെക്കാം. അല്ലെങ്കിൽ എന്താ, ഈ തമിഴന്മാർ കെട്ടിക്കൊണ്ട് വരുന്ന പൂക്കളെന്ന്, അല്ലെങ്കിൽ തമിഴന്മാരുടെ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല അത് പറിക്കുന്ന ആരാ, പിന്നെ അതിനെ പാഴ്സൽ ചെയ്യുന്ന ആരാ, പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആരെ, എത്ര കൈമാറി ആ പൂക്കൾ കിട്ടുന്നതെന്ന് അറിയാമോ? അതുകൊണ്ട് എന്താ, നമ്മുടെ വീട്ടിൽ തന്നെ സ്വയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചെടി, ഇതെല്ലാം പെട്ടെന്ന് കിളിച്ചു വരുന്ന ചെടികളാണ് എന്തായാലും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ സ്വയം കൈകൊണ്ട് കുറച്ച് പൂക്കൾ പറിച്ച് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ ഭഗവാൻ എന്തോ സന്തോഷമായിരിക്കും എന്നറിയാമോ? പത്രം പുഷ്പം ഫലം തോയം എന്നാ പറയുന്നത്. പത്രം എന്ന് പറഞ്ഞാൽ തുളസിയിലേക്കാ പറയുന്നത്. പുഷ്പം നമ്മുടെ തന്നെ കൈകൊണ്ട് ഭഗവാൻ ഒരു മാല കെട്ടി അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നോക്ക്, മിക്കവാറും എല്ലാവരുടെ വീട്ടിൽ ഈ കൊലയൊക്കെ കാണും. അങ്ങനെ നമ്മള് ഭഗവാനെ കൊണ്ട് കൊടുക്കാതെ വെട്ടി മിഴുങ്ങുക. ആദ്യം ഭഗവാനെ കൊണ്ടുകൂടെ, ഭഗവാനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഒരു പുതിയ പാത്രം വാങ്ങാൻ എത്ര പൈസ വേണം? അധികം പൈസ ഒന്നും വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പഴമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകി ഒരെണ്ണം ഒന്ന് തൊലിച്ചിട്ട് അന്നുണ്ടെങ്കിൽ ഭഗവാന്റെ മുന്നിൽ ഒരു തുളസിയില ഇട്ടിട്ട് അങ്ങോട്ട് വെച്ച പോലെ, ഭഗവാനെ എനിക്ക് ഒന്നും അറിയില്ല, മന്ത്രങ്ങൾ അറിയില്ല, ഒന്നും അറിയില്ല, ഭഗവാനെ അങ്ങ് ഇത് പൂജിക്കണേ, അങ്ങയുടെ ഈ പ്രസാദം ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഒരു ഭാഗ്യം തരണേ എന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മുടെ ആ മനസ്സിന്റെയാണ് ആ ഭഗവാന് വേണ്ടുന്നത്. മനസ്സാണ് ഭഗവാന് വേണ്ടുന്നത്. പ്രേമഭക്തിയാണ് ഭഗവാന് വേണ്ടുന്നത്. അല്ലാതെ നിങ്ങളുടെ വേറെ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ എത്ര കാട്ടിക്കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവാന് തൃപ്തിയാവണമെന്നുണ്ടെങ്കിൽ എന്താണ്, എന്റെയാണ് ഭഗവാൻ, ഞാൻ ഭഗവാന്റെയാണ്. ആ ഒരു പ്രേമഭക്തി അവിടെ വരട്ടെ പോലും. ആ പ്രേമഭക്തി വന്നു കഴിഞ്ഞാൽ ലോകത്തിൽ എല്ലാവർക്കും ഇതേപോലെയുള്ള ആ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, വിദ്വേഷം ഉണ്ടാവുമോ? അല്ലെന്നുണ്ടെങ്കിൽ അസൂയ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെയാണ് വേറുള്ള ആൾക്കാരും. പിന്നെ അന്നേരം എവിടെയാണ് അവിടെ അസൂയക്ക് സ്ഥാനം? ഒരു ഭക്തൻ തന്നെയാ. ഇതൊക്കെ നടന്ന കഥ തന്നെയാണ്. ഗുരുവായൂർ നിന്നാണെങ്കിൽ തൃശ്ശൂർ അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം എന്ത് ചെയ്യും, നടന്ന അങ്ങോട്ട് ഗുരുവായൂർ വരുന്ന തിരിച്ചും പോന്നെ. ഇദ്ദേഹം ഒരു പൂച്ച കണ്ടു കഴിഞ്ഞാൽ പോലും, അല്ലെ ഒരു പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ പോലും, അല്ലെ ഏത് ജീവിയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സംസാരിച്ചിട്ടേ പോകും. അന്നേരം ആരോ ചോദിച്ചത്, നിങ്ങൾക്ക് എന്താ ഭ്രാന്തായ? ഇല്ലില്ല, എൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് ഇവരുടെയും ഉള്ളിലിരിക്കുന്നത്. അതേ ഭഗവാൻ തന്നെയാണ് ഇവരുടെ ഉള്ളിലിരിക്കുന്നത്. എന്താ ഞാനും അവരോട്ട് എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ആ ഒരു ഭാവത്തിൽ നമ്മൾ ഭഗവാനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല്, ഭഗവാൻ എല്ലാവരിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അടി നിൽക്കുവോ? ഞാനാണ് വലുത്, അവര് ചെറുത്, ഇവര് ചെറുത്, അങ്ങനെയുള്ള ഒരു ഭാവം നമ്മളിൽ ഉണ്ടാവുമോ? അന്നേരം ഈ ലോകം തന്നെ എത്ര ഐശ്വര്യമായിട്ട്, എത്ര സന്തോഷമായിട്ടായിരിക്കും, എത്ര മിത്രഭാവത്തിലായിരിക്കും ജീവിക്കാൻ പറ്റുന്നതിന് മാലോകരെല്ലാവരും, അല്ലേ? എന്താണ് ഈ ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാവണം. ആ എല്ലാവരിലും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ശിലപ്രഭുപാദ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംസ്ഥ ഉണ്ടാക്കി നമുക്ക് ചോക്ലേറ്റ് പോലെ അദ്ദേഹം എല്ലാം ഉരുട്ടി അവിടെ വെച്ചിരിക്കുന്നത്. ആ ഉരുട്ടി വെച്ചിരിക്കുന്ന വായിലോട്ട് എടുത്തൊന്നിട്ടാൽ മതി. ആ എടുത്തിടുന്നതിന് മാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നു, അല്ലെ? ആ കലഹം ഭഗവാന്
വിഭാവനം ചെയ്ത ആ ഒരു കാര്യമല്ല ഇപ്പൊ ലോകത്ത് നടക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് എന്താ ചെയ്യണം? പിന്നെ നമുക്ക് അറിയണം, ഭാഗവത രുചിയുള്ളവർക്ക് എന്തുണ്ടാവില്ല? ഭാഗവതത്തിനെ പറ്റി പറയാ, ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല. ഒരു തൃണത്തെ പോലെ നമ്മളാണെന്നുണ്ടെങ്കിൽ താഴ്മയുള്ളവരായിരിക്കണം. ഒരു മരത്തെ പോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ മരുക്കൾ എങ്ങനെയാ പറ്റുക? അവരെന്താ ചെയ്യുന്നത്? തൃണാദവിസുനിജേന തരോരവി സഹിഷ്ണുനാം. സഹിഷ്ണുതയിൽ ഏറ്റവും വലുതാണ് മരങ്ങള്. എന്താണ്? അവർക്ക് കാവലികൾ ഉണ്ടാകുന്ന സമയത്ത് അവർ കുനിഞ്ഞാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാ? എല്ലാരും പറിച്ചോളും, എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്നുള്ള അതേസമയം ഇങ്ങനെ തല ഉയർത്തിപ്പിടിച്ചല്ല. അതേസമയം നമുക്കൊക്കെയോ എന്തെങ്കിലും ഒന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള ആ ഒരു ഭാവത്തിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. കാരണം ഭാഗവതം അറിയാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഭാഗവത തത്വത്തിൽ കൂടി ജീവിക്കുന്ന ആൾക്കാർക്ക്, ഭാഗവത രുചി അറിയാവുന്നവർക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല? അഹങ്കാരം ഉണ്ടാവില്ല. അഹങ്കാരികളായിട്ടുള്ള ആൾക്കാരെന്ന് ഓർത്തോണം, അവരൊരിക്കലും ഭക്തരല്ല, അവർ അഭക്തരാണ്. അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അത് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് 100% ഗ്യാരണ്ടി ആയിട്ട് എഴുതി അവിടെ നമുക്ക് വെക്കാൻ പറ്റും എന്നുള്ളത്. കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ അഹങ്കാരികളായിട്ട് മീൻസ് ഞാനാണ് വലുതെന്നുള്ളവർ കാണിക്കുന്നവരുണ്ടല്ലോ, അതേപോലെ എന്താ കൂണ് നല്ലതുപോലെ മുളച്ചു വരും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അതേപോലെ പോവില്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഈ ഭാഗവത രുചി അറിയാവുന്നവര് ഒരിക്കലും അഹങ്കാരികളായിട്ട് ആവില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വേറൊരു കാര്യം ചെയ്യണം. നാരദരിപ്പൊ എങ്ങനെയാണ് നാരദരായത്? ഞാൻ പറഞ്ഞു, ശൂദ്രസ്ത്രീയിൽ നിന്നിട്ട്, ശൂദ്രസ്ത്രീയുടെ മകനായിരുന്നു നാരദര് കഴിഞ്ഞ ജന്മങ്ങളിൽ. എന്നിട്ട് ആ ജന്മത്തെ മഹാഭാഗ്യം കിട്ടി മഹത്തുക്കളുടെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട് സന്യാസിമാര് ചാതുർമാസത്തിൽ ആ ബ്രാഹ്മണ കുടുംബത്തിൽ വന്നു. അദ്ദേഹവും ഈ നാരദരുടെ അമ്മ, ആ അമ്മയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാഹ്മണ കുടുംബത്തിലാരും ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാരദരും അവിടെ തന്നെയാ. നാരദരല്ല, ആ കുട്ടി അവിടെ തന്നെയായിരുന്നു, വരുമായിരുന്നു. കുറച്ചൊക്കെ ജോലികൾ അമ്മയെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ആ ചാതുർമാസത്തിൽ മഹാത്മാക്കൾ ആ ബ്രാഹ്മണ കുടുംബത്തിൽ വന്ന് ജീവിച്ചത് കൊണ്ട് എന്തുണ്ടായി? മഹാത്മാക്കളുടെ സേവ ചെയ്യാൻ നാരദർക്ക് അവസരം കിട്ടി. നമ്മളും മഹാത്മാക്കളുടെ സേവ നമ്മൾ ചെയ്യണം. അത് എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? ശ്രദ്ധയോടെ ചെയ്യണം. ആ ശ്രദ്ധയോട് ചെയ്താൽ മാത്രമേ നമുക്ക് ശുദ്ധ ഭക്തിയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഭക്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നതല്ല ഭക്തി. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ഒരു ശുദ്ധ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ ഭക്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും? തൃണാദവി സുനിജേന തരോരവി സഹിഷ്ണിന അമാനീനമാനദേന കീർത്തനീയ സദാഹരി എന്നുള്ള ആ ഒരു ഭാവത്തില് നമ്മള് വരാൻ പറ്റും. അതുകൊണ്ട് ശുദ്ധഭക്തർക്ക് ഈർഷ കാണത്തില്ല. അതുകൊണ്ട് അവരാരെയും കുറ്റം പറയില്ല. എല്ലാവരോടും സമഭാവനയോടെ കാണും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? നമ്മള് കൃഷ്ണഭക്തി എല്ലാവരിലും ജ്വലിപ്പിക്കണം. അതുകൊണ്ട് കൃഷ്ണഭക്തരായിട്ട് വളരെ ഒരു സന്മാർഗികളായിട്ട് ഈ ലോകത്തിന് നന്മ ചെയ്യുന്നവരായിട്ട് നമ്മളെ എല്ലാവരെയും മാറ്റാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ഗുരുവായൂരപ്പനോട്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനോട്, നമുക്ക് സാക്ഷാൽ രാധാ ശ്യാം സുന്ദരോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. പഞ്ചകൽപതരൂപേച്യ കൃപാ സിന്ധൂപേവജ്യ പതിദാനാം ഭാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ. ജയ 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 ശ്രീ രാധേശ്യാം.